നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ എന്തൊക്കെ കാഴ്ചകൾക്ക് സാക്ഷികളാകേണ്ടി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. വലിയ വിഷമമുണ്ട്. ഈയിടെയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തായി പോകുന്നവരെ, അതായത് എനിക്കിത് മതിയായി, ഇനി തുടരാൻ വയ്യ എന്ന് പറഞ്ഞ് സ്വയം പുറത്തു പോകുന്നവരെ 2 ദിവസം കഴിഞ്ഞ് പുറത്താക്കിയതായിട്ട് പാർട്ടി പ്രഖ്യാപിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനുശേഷം പുറത്താക്കിയെന്നും പറഞ്ഞു ഇവർ ഈ അന്തങ്ങൾ ഒരു പ്രകടനം അങ്ങോട്ട് നടത്തും. അതാ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ച. അത്രയും നാൾ ഇവരെ പൊക്കിയടിച്ച അതേ നാവ് കൊണ്ട് തന്നെ അവരെ പറയാൻ മര്യാദകളൊന്നും കാണത്തില്ല. പാർട്ടി പുറത്താക്കിയിട്ടുള്ള പി കെ ശശി, ആ മാടമ്പിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അന്ത്യം ഇന്ന് കുറിച്ചിരിക്കുകയാണ്. അത്രയും നാള് ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ലവൻ എന്ന് വാഴ്ത്തിപ്പാടിയ അതേ ആള് അടുത്ത ദിവസം തൊട്ട്, അടുത്ത നിമിഷം തൊട്ട് ഏറ്റവും മോശക്കാരനാവും. വെറുതെയാണ് ഇവന്മാരെ അന്തങ്ങളെന്ന് വിളിക്കുന്നത്. പി കെ ശശിയെ പുറത്താക്കിയതിലുള്ള ആഹ്ലാദം ബാക്കി കിടക്കുന്ന അന്തങ്ങൾ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത് കണ്ട്. പി കെ ശശി എന്ന മാടമ്പിയെ പുറത്താക്കിയതിന് പ്രസ്ഥാനത്തിന് അഭിവാദ്യങ്ങൾ. പി കെ ശശി ലോകത്തിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയൻ. ഇതൊക്കെയാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെനഞ്ഞാന്ന് വരെ എവിടെ ആയിരുന്നു? നിങ്ങളുടെ കൂടെ. മെനഞ്ഞാന്ന് വരെ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിച്ച ആളാ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തനിയെ മടുത്ത് പുറത്തു പോകുന്ന ആളുകളെയാണ് ഇവർ പുറത്താക്കുന്നത് മുഴുവൻ. ബാക്കി പാർട്ടിയിലുള്ള മുഴുത്ത ആളുകളുടെ കാല് നക്കി എത്ര വേണമെങ്കിലും കുനിഞ്ഞ് ഓച്ചാനിച്ച് നിന്ന് പറയുന്നതൊക്കെ അനുസരിക്കുന്ന അന്തങ്ങൾ അതിനകത്ത് തന്നെ നിൽക്കും. അവർക്ക് എന്ത് മര്യാദകളും കാണിക്കാം. അവരെന്ത് മര്യാദകൾ കാണിച്ചാലും പാർട്ടി സംരക്ഷണം നൽകും, സപ്പോർട്ട് ചെയ്യും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഇത് മടുത്ത് പുറത്തു പോകുന്നവരെ മാക്സിമം അനുനയിപ്പിക്കാൻ അവരുടേതായിട്ടുള്ള ശ്രമം നടക്കും. വഴങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പുറത്താക്കിയതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പാർട്ടിക്ക് വഴങ്ങുന്ന ആദർശമല്ല അവരുടെ കയ്യിലിരിക്കുന്നത്. ഇന്നലെയാണ് നമുക്കത് മനസ്സിലായത് എന്നും പറഞ്ഞ് പുറത്താക്കിയതായിട്ടങ്ങ് പ്രഖ്യാപിച്ചിട്ടൊരു ഗീർവാണമുണ്ട്. കണ്ടോടാ, ഇതാടാ നമ്മുടെ പ്രസ്ഥാനം. ആര് തെറ്റ് ചെയ്താലും വെച്ച് പൊറുപ്പിക്കില്ലടാ. ഇതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഇനി പിണറായി വിജയനെ നാളെ പുറത്താക്കിയാലും അന്തം കമ്മികൾ ഇങ്ങനെ റോഡിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങും. മാടമ്പിത്തരം കാണിച്ച, ധാർഷ്ട്യം കാണിച്ച, ജനങ്ങളോട് അഹങ്കാരം കാണിച്ച, ജനങ്ങളോട് സ്നേഹമില്ലാതെ ജനങ്ങളെ ഇത്രയും നാളും പറ്റിച്ച് നടന്ന പിണറായി വിജയനെ പുറത്താക്കിയ പ്രസ്ഥാനത്തിന് 1000 അഭിവാദ്യങ്ങളും ഇതേ അന്തങ്ങൾ വിളിക്കും. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് കള്ളൻ, പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയൻ. വല്ലാത്ത വിസ്മയം തന്നെ. അല്ല, ഒരു ശത്രു മരിച്ചപ്പോൾ ഉണ്ടായ സന്തോഷമൊന്നും പറഞ്ഞാണ് ആർമാദിക്കുന്നതും ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുന്നതും. അയാൾ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നെന്നാണ് പറയുന്നത്. കയ്യിലില്ലാത്ത തരികിടകളില്ലായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ 2 മണി വരെ എന്തോത്തിനാണെന്ന് നിങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്? ഇതിനു മുമ്പ് പുറത്താക്കാൻ മേലായിരുന്നോ? അതോ ഇനി ചൈനയെന്നോ ക്യൂബയെന്നോ വല്ലതും പ്രത്യേക സർക്കുലർ ഇറങ്ങണമായിരുന്നു ഇയാളെ പുറത്താക്കണമെങ്കിൽ? പുറത്തിറങ്ങിയ ശശിയും ചുമ്മാതിരിക്കുന്നില്ല. എല്ലാത്തിനും കൊടുക്കാവുന്ന പണിയെല്ലാം നാക്കുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിലാണ് പറഞ്ഞ ഒരു സത്വം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഫുൾ ടൈം കഞ്ചാവാണ്, ചാരിയെ നിൽക്കുകയുള്ളൂ, ഒരു സപ്പോർട്ട് ഇല്ലാതെ പുള്ളിക്കാരൻ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റത്തില്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. പിന്നെ കോഴി കട്ടവൻ ആ തലയെ പൂട തപ്പി നോക്കുന്നതെന്ന് പറയുന്നത് പോലെ അങ്ങേരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും, ഈ പറഞ്ഞ ആള്, പരാമർശിക്കപ്പെട്ട ആളൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. പോട്ടെ, നമ്മളതിലൊന്നും കടക്കുന്നില്ല. അന്തങ്ങളായി അവരുടെ കാര്യങ്ങളായി. ഇവരുടെ പ്രസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ്. ചിരിപ്പിക്കാനായിട്ടൊരു മന്ത്രിസഭ, ഇലക്ഷനോടനുബന്ധിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടാന്നറിയാതെ ഹാലിളകി നടക്കുകയാണ് ഓരോന്ന്. സജി അച്ചായ എന്താ ഇന്നലെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നേരെ പായുന്നത് കണ്ട് സ്കൂട്ടറിൽ. കാർ ഉണ്ടായിരുന്നിട്ടും ഡ്രൈവർ ഉണ്ടായിരുന്നിട്ടും സ്കൂട്ടർ തനിയെ ഓടിച്ചു പോകുന്ന ജനകീയനാണ് നമ്മുടെ മന്ത്രി എന്ന് കാണിക്കാൻ നമ്മുടെ കൊടച്ചക്ര മന്ത്രിയല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങനെ പോകുന്നത് കണ്ട്. വേറൊരാള് കൈയുടെ കുഴയൊക്കെ തന്നെ കിടക്കുക, വയ്യ. ഓരോ പ്രാവശ്യവും കൈക്ക് വാമപ്പ് കൊടുത്തിട്ടാണ് 2-3 പ്രാവശ്യം ബോൾ എടുത്തെറിഞ്ഞ് ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പടം പിടിക്കുന്നുണ്ടോയെന്ന് അവർ ഉറപ്പാക്കുന്നുണ്ടായിരുന്നു. PR എന്ന് നമ്മുടെ ഗണറേഷ് ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഉഗ്രൻ കോമഡി ആയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ചിരിക്കാനുള്ള വക കിട്ടുന്നുണ്ട്. മുദ്രാവാക്യത്തിന് തീവ്രത പോരാ. അതൊക്കെ നമ്മുടെ ചിന്ത ചേച്ചിയെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തണം. അപ്പോഴേ ഒരു പവർ വരുള്ളൂ.
ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിളിച്ചു കേട്ടിട്ടില്ലാത്ത വെറൈറ്റി മുദ്രാവാക്യങ്ങൾ, പച്ച മലയാളത്തിലുള്ള മണ്ണിന്റെ മണമുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കണമെങ്കിൽ ചിന്ത ചേച്ചി മുൻനിര നിൽക്കണം. അല്ല, ഇവർ കിടന്ന് അലർന്നത് ആർക്ക് വേണ്ടിയാ, ആർക്കെതിരെയാ? നിങ്ങളുടെ ആദർശങ്ങൾക്കെതിരെ. നിങ്ങളുടെ പ്രസ്ഥാനത്തിലായിരുന്നപ്പോഴാണല്ലോ അയാൾ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം തോന്നിയാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത്. അപ്പൊ മലന്ന് കിടന്ന് തുപ്പുവാണ്. ഹോ, തുപ്പലിന്റെ ഒരു പവർ. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ കരച്ചിലൊക്കെ ഞങ്ങൾക്ക് കേൾക്കാം. അലറി വിളിച്ച് ആ ഇറങ്ങിപ്പോയവന്റെ കൂടെ 10 പേര് പോയാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഒന്നാമത് നമ്മുടെ കെട്ടുറപ്പൊക്കെ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുക. പാവം ജി സുധാകരൻ മിക്കവാറും ഇതേ മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. അങ്ങേരെ ഒന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടുള്ള ആളല്ലെന്നോ, അധികാരമോഹിയാണെന്നോ, പെണ്ണുപിടിയനാണെന്നോ, കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ള ആളാണെന്നോ ഒന്നും നിങ്ങൾ പറയത്തില്ലല്ലോ അല്ലേ? അതും എന്തു വേണമെങ്കിലും പറയാനുള്ള ധൈര്യം, ഉളുപ്പില്ലായ്മ നിങ്ങൾ കാണിക്കും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ജി സുധാകരൻ നേരത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് പയ്യെ അകന്നകന്ന് അങ്ങേരുടെ കാര്യം നോക്കിയിരിക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞവരെ കസേരകളിലൊന്നും ഇരുത്താൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് 81 വയസ്സാകാം, പിന്നെ താത്വികാചാര്യന് 73 വയസ്സും ആകാം. ഇവരുടെയൊക്കെ പെമ്പറന്നവരെയും ഭർത്താക്കന്മാരെയും എല്ലാം, കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെയൊക്കെ ഇലക്ഷൻ ഇഷ്ടം പോലെ നിർത്തുകയും ചെയ്യാം. അതിലൊന്നും ആരും പ്രതിഷേധിക്കരുത്. കഴിവുള്ള ആരെങ്കിലും ജയിക്കും, നമുക്ക് മുന്നിൽ ഇവർ വരും എന്ന് സംശയിക്കുന്ന ഒരാളെയും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിർത്തത്തുമില്ല. അയ്യോ ടീച്ചറിനെ അല്ല, ടീച്ചർ ഏതായാലും കഴിഞ്ഞു കഥം. പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പോലും ഇത്രയൊരു ഒത്തൊരുമയും ഇത്രയൊരു ആവേശവും നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. സ്വന്തം പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന മനുഷ്യരോട് എന്താ കൂറ്, അവരുടെ ആദർശത്തോടും അവരുടെയൊക്കെ പെരുമാറ്റത്തോടും ഒക്കെ എന്താ ഒരു മതിപ്പ്. മുഖ്യ തരികിടകളെ താഴെ ഇറക്കുമ്പോഴും ഇമാതിരി പ്രകടനങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കണേ. അതിനുള്ള അവസരം ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി തരണേ. നാട്ടുകാരും വേണ്ടി വരത്തില്ല, നിങ്ങൾ മതി, നിങ്ങൾ തികച്ചോളും. ഓരോരുത്തന്മാരെ പിടിച്ച് തോളെ വെച്ചിട്ട് അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞ് റോഡിൽ നടക്കും, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും, യാത്രക്കാരെ വണ്ടിക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കും. അതേ ആളുകൾ എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി കാണിച്ചാൽ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് ഒരു ഓർഡർ അന്തങ്ങളിലേക്ക് വീണ അടിമകളിലേക്ക് വന്ന അതേ ആളുകളെ പാർട്ടി അപമാനിച്ചു, നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവുണ്ടാക്കി. അതുകൊണ്ട് പുറത്തുവിട്ട പ്രസ്ഥാനത്തിന് അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞ് പിന്നെയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങും. എന്ത് വന്നാലും, വിജയിച്ചാലും പരാജയപ്പെട്ടാലും തൊലഞ്ഞാലും നാട്ടുകാർക്ക് തന്നെ ബുദ്ധിമുട്ട്. ഇങ്ങനെ ലഡു വിതരണം ചെയ്യാനാണെങ്കിൽ എത്ര പെട്ടി ലഡു വേണ്ടി വരും അണ്ണാ? നേരെ ആലപ്പുഴയിലോട്ട് വിട്ടു, ആ ജില്ലയിൽ തന്നെ കുറെ ലഡു ജലമാവും. പാലക്കാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മദ്യപാനിയുടെ അന്ത്യം ഇന്ന് നടന്നിരിക്കുകയാണ്. കണ്ടങ്ങിരിക്കും സഖാക്കളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും മുഖ്യ സഖാവ് എന്നല്ലേ? അപ്പൊ നിങ്ങളുടെ നല്ല മാറ്റുള്ള 916 ഗതികേടും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ചുരുട്ടിയ മുഷ്ടി തൽക്കാലം നിവർക്കണ്ട കേട്ടോ, അങ്ങനെ തന്നെ വെച്ചോ. തുടർച്ചയായിട്ട് അതിന് പണിയുള്ളതായി.